കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും ഒറ്റത്തവണയായി നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും 70 വയസ്സ് കഴിഞ്ഞ പെൻഷനേഴ്സിന് അധിക പെൻഷൻ അനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 5 കൊല്ലം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരണം എന്ന തത്വം ജീവനക്കാർക്ക് അനുവദിച്ച പോലെ തന്നെ 88 കഴിഞ്ഞാൽ 93-ലായിരുന്നു നമ്മുടെ പെൻഷൻ പരിഷ്കരിക്കേണ്ടത്, നമ്മുടെ സംഘടന രൂപീകൃതമായതിൻ്റെ അടുത്ത വർഷം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര പാരിറ്റി നിലവിൽ വരണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ജീവനക്കാരുടെ ശമ്പളം 92 തന്നെ പുതുക്കാൻ തീരുമാനിച്ചു. 92 ശമ്പള പരിഷ്കരണം നടന്നപ്പോൾ അതിൽ പെൻഷൻ പരിഷ്കരണം ഉണ്ടായതേയില്ല, ആ കാര്യം സൂചിപ്പിച്ചതേയില്ല. സംഘടന ശക്തമായി 1 ലക്ഷം പേരുടെ സംഘടന രൂപം കൊടുത്ത ആദ്യ വർഷം തന്നെ നമുക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വി ബാലകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ സ്വാഗതവും ട്രഷറർ കെ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രകടനത്തിന് ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.